പ്രതിയാണ് രാവിലെ വന്ന് സറണ്ടറായ പ്രതിയാണ്. വേറൊരു കേസ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് ബണ്ടിൽ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ആ കേസ് വിളിച്ചിട്ടില്ല, ബോണ്ടിൽ ഒപ്പിട്ടിട്ടില്ല, കോടതിയുടെ കസ്റ്റഡിയിലാണ്, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ അവകാശമില്ലെന്ന് പറഞ്ഞപ്പോൾ കാപ്പ കേസിലെ പ്രതിയാണ്, നീ അങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞ് എന്നെ ഒരു ചീത്തയും വിളിച്ച് എന്നെ പിടിച്ചങ്ങ് തള്ളുകയാണ്. തള്ളിയ ശേഷം പ്രതിയെ വലിച്ചടിച്ച് സ്റ്റെപ്പിൽ കൂടെ വലിച്ചടിച്ചാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. ഞാൻ ഈ പിറകെ പോയി വെളിയിൽ നിൽക്കുമ്പോൾ ഒരു വട്ടിയൂർക്കാവ് SHOയുടെ നേതൃത്വത്തിൽ ഒരു 6ഓളം പേര് ആ പോലീസ് ജീപ്പിലുണ്ട്. ഞാൻ SHO എടുത്തും പറയും, നിങ്ങൾ കാണിക്കുന്ന നടപടി ശരിയല്ല, പ്രതി ബോണ്ടിൽ ഒപ്പിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു ധിക്കാരപരമായി അങ്ങ് പ്രതിയെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഉടനെ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഓഫീസിൽ വിവരം അറിയിച്ചു. ഓഫീസിൽ ക്ലർക്ക് അടക്കമുള്ളവർ വന്ന് പോലീസ് ജീപ്പ് തടഞ്ഞു, ഇത് ചോദ്യം ചെയ്തു. പക്ഷേ ഞങ്ങൾ ആൾ ജലം കുറവായതുകൊണ്ട് അപ്പോഴേ തന്നെ അവർ പോയി. അതിനിടയ്ക്ക് അപ്പോഴേ തന്നെ ഈ വിഷയം ഇറങ്ങി ഇവിടെ ഏകദേശം 100ഓളം അഭിഭാഷകർ കൂടി. ആ സമയത്ത് കൃത്യം ആ സ്പോട്ടിൽ തന്നെ ഞാൻ മജിസ്ട്രേറ്റ് രണ്ടിൻ്റെ അടുത്ത് കോടതി നടക്കുകയായിരുന്നു. കോടതിയിൽ കയറി ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഒരു അനീതി നേരിട്ടെന്ന് പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു പരാതി എഴുതി തരാനാണ് പറഞ്ഞത്. വൈകിപ്പിക്കാതെ അപ്പോഴേ തന്നെ പരാതി എഴുതി കൊടുത്തു. പരാതി എഴുതി കൊടുത്തപ്പോൾ എൻ്റെ മൊഴി എടുത്തു. കോടതി എൻ്റെ മൊഴി ഇന്ന് ആ കേസ് ഉണ്ടായിരുന്നു. ഏറ്റവും ഒരു വിഷമം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ആ കേസ് വെച്ച് ഇന്ന് നമ്മൾ കോടതി ബഹിഷ്കരിക്കുകയാണ്. എന്നിട്ടും ഇന്ന് ആ കേസിൽ പരാതിക്കാരൻ കോടതിയിൽ കയറി നിന്നു. കേസ് നാളത്തേക്ക് വെക്കാതെ 29-ാം തീയതിക്കാണ് കേസ് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കേസിൽ നമുക്കൊരു നീതി ലഭിക്കുന്നത്? ഇത് വളരെ വൈകിപ്പിച്ചുകൊണ്ട് പോയി മജിസ്ട്രേറ്റ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുന്നവരെ ഈ കേസ് നീട്ടിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പരാതിക്കാരൻ കയറി നിന്ന സമയത്ത് 29-ാം തീയതി കേസ് മാറ്റി. ഇത് ഇന്ന് നമ്മൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ നാളെ അല്ലേ ആ കേസ് വെക്കേണ്ട? ഈ കേസിന്റെ അർജൻസി മറ്റാരെക്കാളും ഈ കോടതിക്ക് വളരെ വ്യക്തമായി അറിയാമെന്നുള്ള കാര്യമല്ലേ? ഈ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ അഭിഭാഷകരെ നമുക്ക് വേണ്ടി ഇന്ന് ബഹിഷ്കരിക്കുകയാണ്. ഇത് എനിക്കെതിരെ നടന്ന വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ടല്ല കാണുന്നത്, അഭിഭാഷക സമൂഹത്തിനെതിരെ നടന്ന പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഈ പ്രശ്നം യാതൊരു തരത്തിൽ ഇനി DGP അല്ല, മുഖ്യമന്ത്രിയല്ല, ആര് വിളിച്ചാലും ഈ വിഷയത്തിൽ യാതൊരുവിധ കോംപ്രമൈസ് ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും ഉണ്ടാവില്ല എന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ശക്തമായി മുന്നോട്ട് പോകും. ഇവിടുത്തെ മുഴുവൻ സഹപ്രവർത്തകരുടെയും പിന്തുണ തേടുന്നു. ഈ വിഷയം അറിഞ്ഞതുപോലെ ഒരു ജൂനിയർ അഭിഭാഷകനായിട്ട് പോലും എന്നോടൊപ്പം ഈ വിഷയത്തിൽ മുഴുവൻ നിന്ന ഈ ഭാഗത്തെ മുഴുവൻ അഭിഭാഷകരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.